എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഡോറോ ബ്രദേഴ്സ് അവരടുത്തതായിട്ട് ആസിന്റെയും ജിമ്മിന്റെ അടുത്തേക്ക് വരും. അവര് പറയും, ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളോടൊപ്പം മത്സരിക്കാനാണ്. ഞങ്ങളുടെ കയ്യിൽ മൊത്തം 1600 പോയിന്റ്സ് ഉണ്ട്. നമ്മുടെ രണ്ട് ടീമും തമ്മിൽ ഒരു മത്സരം വെക്കാം. ആ മത്സരത്തിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ കളക്ട് ചെയ്ത ഈ 1600 പോയിന്റ്സ് അത് ഞങ്ങൾ തോൽവി സമ്മതിച്ച് നിങ്ങൾക്ക് തരും. അഥവാ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പോയിന്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ മാസ്റ്ററിനെയും ഞങ്ങൾക്ക് തരണം. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആസ് അവൻ തീർത്തു പറയും, ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ മാസ്റ്ററിനെയാണ് ആവശ്യമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അവന്റെ അടുത്തേക്ക് പോയി അവനോട് നിങ്ങളുടെ കൂടെ കളിക്കാനായിട്ട് പറയുക. ഞങ്ങൾക്കിതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവര് മാറി നടക്കാൻ ശ്രമിക്കും. അതിനായി ഇളയവൻ അവനിപ്പോ അച്ഛനെ നോക്കി കളിയാക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഗെയിം കളിക്കാൻ പേടിയാണല്ലേ? നിങ്ങൾ തോറ്റു പോകുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ? നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കളിയാക്കും. ജിമ്മനും നമ്മുടെ ആസും അവർ രണ്ടുപേരും ദേഷ്യപ്പെട്ട് അവരുടെ കൂടെ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇപ്പൊ സമ്മതിക്കുകയാണ്. അതിനാൽ ഡോറോ ബ്രദേഴ്സ് പറയും, ഈ കാട്ടില് വലിയൊരു ബീസ്റ്റ് ഉണ്ട്. അതിന്റെ കഴുത്തില് ഒരു ഗോൾഡൻ ആപ്പിൾ ഉണ്ട്. ആക്ച്വലി ആ ഒരു ആപ്പിളിന് 10800 പോയിന്റ്സ് ആണ്. ആര് കളക്ട് ചെയ്യുന്നോ അവരായിരിക്കും ഈ ഒരു ഗെയിമിൽ ജയിക്കുക. പക്ഷേ നിങ്ങൾ കരുതും പോലെ അതത്ര സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. ആ ബീസ്റ്റിന്റെ കഴുത്തിൽ നിന്ന് 100 തവണ അത് കട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് മുഴുവനായിട്ടും പൊട്ടി ആപ്പിളിനെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റൂ. അങ്ങനെ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ആ ബീസ്റ്റിന്റെ മുൻപിലേക്ക് വരും. ആസും ജിമ്മനും അവരാണെങ്കിൽ ആ ആപ്പിൾ കാണേണ്ട താമസം അവരെ കൊണ്ട് പറ്റും പോലെ അത് വെട്ടിയെടുക്കാനായിട്ട് അതിന്റെ അടുത്തേക്ക് ചാടി വീഴാണ്. പക്ഷെ ഒരുപാട് നേരം അവരത് കട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും അത് കട്ടായി അവരുടെ കയ്യിലേക്ക് വരില്ല. അടുത്തത് ഇനി ആ ഡോറോ ബ്രദേഴ്സിന്റെ ഊഴമാണ്. അവർ രണ്ടുപേരും നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഒരു സ്ട്രാറ്റജി ഒക്കെ ക്രിയേറ്റ് ചെയ്തായിരിക്കും അത് കട്ട് ചെയ്യുക. ആസ് പറയും, നീ അവരെ കണ്ടോ? അവർ രണ്ടുപേരും അവരുടെ പവറൊക്കെ കമ്പൈൻ ചെയ്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് അത് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ആ കോൺഫിഡൻസിലാണ് അവർ നമ്മളെ വെല്ലുവിളിച്ചത്. നമുക്ക് രണ്ടുപേർക്കും യാതൊരു തരത്തിലുമുള്ള ടീം സ്പിരിറ്റോ ടീം സ്കില്ലോ ഇല്ല. സോ അവരെ പോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒരുമിച്ച് നിന്ന് അത് ചെയ്യണമെന്ന് പറയും. ജിമ്മനാണെങ്കിൽ ആസ് അവനെ ഉപദേശിക്കുന്നത് ഒട്ടും ഇഷ്ടാവില്ല. അങ്ങനെ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഡോറോ ബ്രദേഴ്സ് അത് കണ്ട് സന്തോഷിക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇവര് പരസ്പരം അടിച്ച് ചാവുമെന്നാണ് തോന്നണേ. എന്തായാലും കുഴപ്പമില്ല, ഈ ഗ്യാപ്പിൽ നമുക്ക് ആ ഫ്രൂട്ട് വെട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് അവർ വീണ്ടും വീണ്ടും അതിൽ ആഞ്ഞു വെട്ടും. അവരാണെങ്കിൽ ഞൊടിയിടയിൽ അവരുടെ അൾട്ടിമേറ്റ് പവർ ഉപയോഗിക്കും. വലിയൊരു പീക്കോക്കായി മാറി സൗണ്ട് വേവ്സ് അവർ പുറത്തേക്ക് പുറപ്പെടുവിക്കുകയാണ്. ആ ഒരു സൗണ്ട് വേവ്സ് വെച്ച് അവർക്ക് ആരെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. അവരാദ്യം ആ ബീസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അതിനുശേഷം അവരാണെങ്കിൽ ഇപ്പൊ ജിമ്മിന്റെയും ആസിന്റെയും ഡീറ്റെയിൽസ് നോക്കും. ഇവരെക്കുറിച്ച് ഓൾറെഡി നമ്മൾ റിസർച്ച് ചെയ്തതല്ലേ. ഇവരുടെ പ്ലസ് പോയിന്റ്സും ഡ്രോബാക്സും അതൊക്കെ മനസ്സിലാക്കി വേണം ഇവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവും. അപ്പോഴാണെങ്കിൽ അവർക്കൊരു ബുദ്ധി വെളിച്ചമുണ്ടാവും. അവർ രണ്ടുപേരും ആ ജിമ്മിന്റെ അടുത്തേക്ക് വന്ന് അവനെ പ്രൊവോക്ക് ചെയ്യും. നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ എത്ര എളുപ്പത്തിലാണ് ആ ബീസ്റ്റിനെ കൺട്രോൾ ചെയ്തതെന്ന്? ആക്ച്വലി നിങ്ങൾ രണ്ടുപേരിലും ഏറ്റവും മണ്ടൻ നീയാണ്. നിന്നെ കൊണ്ട് ഒരിക്കലും ഡീമൻ കിങ് ആവാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അവരിപ്പോ ആ ജിമ്മനെ കളിയാക്കും. അതിൽ കലി കയറിയ ജിമ്മനാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി അടുക്കുകയാണ്. ജിമ്മൻ ഏതെങ്കിലും കാരണവശാൽ അവരെ അറ്റാക്ക് ചെയ്ത ഓൺ ദ സ്പോട്ട് അവനെ ആ ടെസ്റ്റിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യിപ്പിക്കും. അതിനുവേണ്ടിയാണ് അവരിങ്ങനെയൊരു തന്ത്രം ഉപയോഗിച്ചത്. അത് മനസ്സിലാക്കിയ ആസ് അവന്റെ പവർ ഉപയോഗിച്ച് ജിമ്മന്റെ മുൻപിലേക്ക് എടുത്തു ചാടി ഇപ്പൊ അവന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യും. ആസ് ആണെങ്കിൽ ഇപ്പൊ ഡോറോ ബ്രദേഴ്സിന് നേരെ ടേൺ ചെയ്യും. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കുകയാണല്ലേ? നിങ്ങളുടെ പവർ ഉപയോഗിച്ച് ഞങ്ങളെ പ്രൊവോക്ക് ചെയ്ത് ഞങ്ങളെ ഗെയിമിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യിപ്പിക്കാനല്ലേ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടെ? അവരാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. നീ എങ്ങനെ ഞങ്ങളുടെ ഈ പ്ലാൻ കണ്ടുപിടിച്ചു? ഇതുവരെ ഞങ്ങളുടെ പ്ലാന് ആരും തന്നെ പൊളിച്ചിട്ടില്ല. ഞങ്ങളുടെ മാസ്റ്റർ ഞങ്ങളെയാണ് എല്ലാ നെഗോസിയേഷനും കൊണ്ടുപോകാറ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്നായിട്ട് സംസാരിച്ച ഞങ്ങളുടെ പവർ ഉപയോഗിച്ച് ഞങ്ങൾ അവരെ കൺട്രോൾ ചെയ്യും. ഇതാദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തോൽവി സംഭവിച്ചത്. ആക്ച്വലി ചെറുപ്പം മുതലേ ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം ബാറ്റിൽ ഫീൽഡിലേക്ക് പോയിട്ട് ഞങ്ങളുടെ പവർ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുക എന്നതായിരുന്നു. ഞങ്ങൾ ആരും അറിയാതെ ആ ബാറ്റിൽ ഫീൽഡിലേക്ക് എത്തി. പക്ഷെ എന്താ, അവിടെ വെച്ച് ഞങ്ങൾ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. ആ സമയത്താണ് മാസ്റ്റർ ആഗ്രഹങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ തന്നത്. ഒരുപാട് മാർഷൽ ആർട്സും ട്രിക്സ് ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചു. പക്ഷെ ഞങ്ങളുടെ മാസ്റ്റർ ഒരിക്കലും ഞങ്ങളുടെ മുൻപിൽ അദ്ദേഹത്തിന്റെ ഫേസ് കാണിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ അത് മറ്റുള്ളവർ കാണുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നാണ് മറുപടി പറഞ്ഞത്. മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ അവരുടെ പവറിനെ കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ ബ്ലഡ് ലൈൻ പവർ അതെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു.
നിങ്ങൾക്കത് ഉപയോഗിക്കാനുള്ള ഘട്ടം എത്തിയിരിക്കുകയാണ്. അത് കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. ആക്ച്വലി നിങ്ങളുടെ പ്രധാന പവറും വെപ്പനും മറ്റൊന്നുമല്ല, നിങ്ങളുടെ സൗണ്ടാണ്. നിങ്ങളുടെ സൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവരുടെ സൗണ്ട് എങ്ങനെ ഉപയോഗിക്കണം, അതുപയോഗിച്ച് എങ്ങനെ ശത്രുക്കളെ കീഴടക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും മാസ്റ്റർ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവരുടെ ടീമിന് ഡോറോ ബ്രദേഴ്സ് എന്നൊരു പേരും കൊടുത്ത് ആ ബാറ്റിൽ ഫീൽഡിലേക്ക് അയക്കുകയാണ്. അവർ സെക്കൻഡുകൾ കൊണ്ട് മാസ്റ്റർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്ത് അവരുടെ വോയിസ് ഉപയോഗിച്ച് തന്നെ ഓപ്പണൻസിനെ എല്ലാം നശിപ്പിച്ചില്ലാതാക്കും. അങ്ങനെ ദിവസങ്ങളോളം അവർ ഹാപ്പി ആയിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്ത് മുൻപോട്ടേക്ക് പോകുമ്പോഴായിരിക്കും ഓരോ ബ്രദേഴ്സിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത അവരറിയാൻ ഇടയാവുക. നമ്മുടെ ഹീറോ പഠിക്കുന്ന ഈ ഒരു സ്കൂള്, അവിടേക്ക് ഇപ്പൊ അവരുടെ മാസ്റ്ററിന് പുതിയൊരു ജോലി കിട്ടിയിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ അവരുടെ മാസ്റ്ററിനെ വിട്ടുപിരിയാനായിട്ട് കഴിയില്ല. അവർ രണ്ടുപേരും ശക്തി ഉപയോഗിച്ച് മാസ്റ്ററിനെ ഇറുക്കി പിടിക്കും. വേറെ വഴിയില്ലാതെ മാസ്റ്റർ അവരെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫേസ് അവർക്ക് കാണിച്ചു കൊടുക്കും. ഈ മാസ്റ്ററാണ് നമ്മൾ മുൻപ് കണ്ട ആ ചീഫ് മാസ്റ്റർ. അവരുടെ മാസ്റ്ററുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അദ്ദേഹത്തെ കാണാനൊക്കെയാണ് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ സ്കൂളിലേക്ക് വന്നതും ഇപ്പൊ ഈ ടെസ്റ്റിൽ പങ്കെടുത്തതും എല്ലാം. അതുമാത്രമല്ല, അവരുടെ ചീഫ് മാസ്റ്റർ അവരുടെ അണ്ടറിൽ ട്രെയിനിങ് എടുക്കുന്നത് അത് നമ്മുടെ ആസും ജിമ്മനും ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് അവരിപ്പോ ഇവരുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ആസിനും ജിമ്മനും ആണെങ്കിൽ ഒന്നും പിടികിട്ടില്ല. ഇവരാരെക്കുറിച്ചാണ് പറയണത് ചിന്തിച്ച് അവർ വണ്ടറടിക്കും. അതിനവര് പറയും, ഞങ്ങളുടെ മാസ്റ്റർ ഇപ്പൊ നിങ്ങൾക്ക് ട്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഡ്രിങ്ക്സും ഗേൾസും ഒരു വീക്ക്നെസ് ആണെന്ന് പറയും. ആസും ജിമ്മൻ ഒരു സെക്കൻഡ് ആലോചിക്കും, ബാലം മാസ്റ്റർ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ഗേൾസിന്റെ കൂടെ ഇരിക്കുന്നതായിട്ട്. പക്ഷെ അവർക്കൊരിക്കലും അങ്ങനെ ഫീൽ ചെയ്യില്ല. കാരണം ബാലം മാസ്റ്ററിന് അങ്ങനെയുള്ള ഹാബിറ്റ്സ് ഉള്ളതായിട്ട് അവർ ഇതുവരെ കണ്ടിട്ടുമില്ല. അവർക്കൊട്ട് അതിനെക്കുറിച്ച് അറിയോ ഇല്ല. അവരോടാരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അടുത്ത നിമിഷം ആ ഡോറോ ബ്രദേഴ്സ് അവരവരുടെ സൗണ്ട് അത് നല്ല രീതിയിൽ പുറത്തേക്ക് റിലീസ് ചെയ്ത് ആ ബീസ്റ്റിനെ കൺട്രോൾ ചെയ്യും. അവരാണെങ്കിൽ ആ ബീസ്റ്റിനെ ഉപയോഗിച്ച് ഇപ്പൊ അവർ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യാൻ റെഡി ആവുകയാണ്. ആസിന്റെ കൺട്രോൾ പോവും. അവൻ ക്ഷമ നശിച്ച് ഇപ്പൊ ഫയർ ഒക്കെ വെച്ച് ആദ്യം ബീസ്റ്റിനെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം അവന്റെ അൾട്ടിമേറ്റ് പവർ അത് റിലീസ് ചെയ്യാനായിട്ട് അവന്റെ ഹെഡ് ബാൻഡ് അത് അഴിക്കാനായിട്ട് തുടങ്ങും. അത് കാണേണ്ട താമസം ജിമ്മൻ, അയ്യോ വേണ്ട വേണ്ട ആസ്, ഒരു കാരണവശാലും നീ നിന്റെ ആ പവർ മാത്രം റിലീസ് ചെയ്യരുത്. അങ്ങനെ സംഭവിച്ച ഒരുപക്ഷെ ഇവർക്ക് ഇവരുടെ ജീവൻ പോലും നഷ്ടപ്പെടും. പക്ഷെ അവനാണെങ്കിൽ ഇപ്പൊ ജിമ്മനെ തള്ളി മാറ്റി അവന്റെ ഈവിൾ സൈക്കിളിലേക്ക് പോവാണ്. സെക്കൻഡുകൾ കൊണ്ട് അവന്റെ ബോഡിയുടെ കളർ മുഴുവൻ അങ്ങനെ ചേഞ്ച് ആവും. ഡീമൻസിനാണെങ്കിൽ അവരുടെ സ്ട്രെസ് അത് ഹൈ ലെവലിലേക്ക് എത്തുമ്പോഴായിരിക്കും അവരുടെ ഈവിൾ സൈക്കിള് അത് അവേക്കനായി അവർ ആ ഒരു മോഡിലേക്ക് പോവുക. അവനിപ്പോ ഞൊട്ടിയിടയിൽ മുഴുവനായിട്ടും അവന്റെ ഈവിൾ സൈക്കിളിലേക്ക് പോവും. അതിനുശേഷം അവന്റെ മാജിക് പവർ അത് 10 മടങ്ങായി വർദ്ധിപ്പിച്ച് ഒരൊറ്റ വെട്ടിന് ആ ആപ്പിള് താഴെയിടും. പിന്നീട് ആ ബീസ്റ്റിന്റെ കാലിൽ പിടിച്ച് അതിനെ കറക്കി കറക്കി ദൂരേക്ക് വലിച്ചെറിയും. ഡോറോ ബ്രദേഴ്സ് ആണെങ്കിൽ വണ്ടറടിച്ച് നിൽക്കുകയാണ്. ഇവനെങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇത്രയും പവർ ഉണ്ടായി? അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ബാലം സെൻസായി. ആളാണെങ്കിൽ 2 മെഡിസിൻ അവർക്ക് കാണിച്ചു കൊടുക്കും. അതിലൊന്ന് അവർക്ക് ഈവിൾ സൈക്കിളിലേക്ക് പോകാനുള്ള മെഡിസിൻ ആണ്. മറ്റൊന്ന് ഈവിൾ സൈക്കിളിനെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ളതും. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈവിൾ സൈക്കിളിലേക്ക് പോവേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ മെഡിസിൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈവിൾ സൈക്കിളിനെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു മെഡിസിനും നിങ്ങൾക്ക് സഹായകമാവുമെന്ന് പറഞ്ഞാണ് ആ മെഡിസിൻ കൊടുത്തത്. ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പോ ആ ഡോറോ ബ്രദേഴ്സിന്റെ അടുത്തേക്ക് വരും. അവന്റെ മേലുള്ള കൺട്രോള് അത് മുഴുവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അവരെ കൊല്ലാനായിട്ട് അവനങ്ങനെ അവരുടെ അടുത്തേക്ക് നടന്നെടുക്കുകയാണ്. ആക്ച്വലി ബാലം മാസ്റ്റർ മറ്റൊരു കാര്യം കൂടെ അവരോട് പറഞ്ഞിരുന്നു. അവരുടെ കോമ്പറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ട്ണർ ആയിട്ടുള്ളവർക്ക് ഈവിൾ സൈക്കിളിലേക്ക് പോകുന്ന അവന്റെ പാർട്ട്ണറിനെ വളരെ എളുപ്പത്തിൽ നോർമലാക്കാൻ പറ്റും. അതിന് ഒരു കോഡ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു മനസ്സിലാക്കിയ ജിമ്മൻ ഇപ്പൊ ആ ഒരു കോഡ് വേർഡ് അത് വിളിച്ചു പറയാണ്. ആസിനെ കൺട്രോൾ ചെയ്യുന്ന ആ കോഡ് വേർഡ് അത് മറ്റൊന്നുമല്ല, സാക്ഷാൽ നമ്മുടെ ഹീറോയുടെ പേരാണ്. ആ പേര് കേട്ട് ആസ് അവൻ പതിയെ നോർമൽ ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.